ഞാൻ മീൻ വാങ്ങാൻ പോവാ. ഓള് വരണ്ട. ഉമ്മ നിങ്ങളെന്നെ വിളിച്ചീനോ? ലീല ഓള് മീൻ വാങ്ങാൻ പോകാന്ന്. എന്നാ അയ്യും ചെല്ല്. ആ നല്ല വല്ല ഉണ്ടെങ്കിൽ വാങ്ങിയാ മതി. ലീല നിക്ക്, ഞാനും വരുന്നു. നിക്കടി, നിനക്കൊരു 2 മിനിറ്റ് കാത്തുന്നൂടല്ലേ? ഒഴുക്കൽ വീണ ഇല പോലെ അവിടെ ഇവിടെയും തട്ടി നടന്ന് നിൽക്കരുത്. നേരെ പോവാ, മീൻ വാങ്ങാ, വീട്ടിലേക്ക് തിരിച്ചു പോരുക. അമ്മയുടെ ഓർഡർ. അരിയും പഞ്ചാര. ഇത്ര നേരത്തെ കട പൂട്ടിയോ? സപ്ലൈ ഓഫീസിൽ സാധനം എടുക്കാൻ പോവാ. പോയിട്ട് നാളെ വാ. രാത്രി വിളക്ക് കത്തിക്കാൻ ഒരു ഇറ്റ് മണ്ണെണ്ണയില്ല കൃഷ്ണ. കുറച്ചെടുത്ത് തന്നിട്ട് പോ. നിങ്ങൾ കിടന്നോ, ഞാൻ വന്നോളാം. പിന്നെ വരുമ്പോ 5 രൂപയ്ക്ക് മീൻ വാങ്ങിട്ട് വന്നാ നന്നായിരുന്നു. കൂട്ടാൻ വെക്കാൻ ഒന്നുമില്ല. എന്തിനാ 5 രൂപയ്ക്കാക്കുന്നു? 10 രൂപയ്ക്ക് ആയിക്കോട്ടെ, പാതി വറക്കുകയും ചെയ്യാലോ. കുശാല ആയിക്കോട്ടെ. അച്ഛൻ കള്ള് ഷോപ്പിലേക്കുള്ള പോക്കാ അല്ലേ അമ്മ? വാ, നീ വേഗം നട. ജാനകെടുത്തിയെ ആ, നീ എങ്ങോട്ടാ? മീൻ വാങ്ങാൻ പോവാ. ലീലേച്ചി 5 രൂപയുടെ മീൻ ഞങ്ങൾക്കും കൂടെ വാങ്ങാം. ഇവളുടെ വർത്താനം കൊണ്ട് ഞാൻ തോറ്റു. മീൻ വേണം, ഞാൻ കൊണ്ടുതരാം. വേണ്ട, നീ പൊയ്ക്കോ. കൃഷ്ണേട്ടൻ വരുമ്പോ കൊണ്ടുവരും. ശരി. അച്ഛൻ കൊണ്ടുവന്നിട്ട് മീൻ കൂട്ടിയത് തന്നെ. മീൻ കൂട്ടിയില്ലെങ്കിൽ എന്താ? നമ്മുടെ ബുദ്ധിമുട്ടുകളൊന്നും ബാക്കിയുള്ളവരെ അറിയിക്കരുത്, മനസ്സിലായോ? ചീഞ്ഞ മീൻ മതിയെന്നുള്ളവരത് വാങ്ങിക്കോട്ടെ. വിൽക്കണ്ട പറയാൻ അവനാരാ? അതെ, എന്താ സംഗതി? മീൻ കുട്ടയെ വില വടി കുട്ടിച്ചണ്ടില്ലേ? വിൽക്കാൻ പാടില്ല എന്ന് വേലായുധന്റെ വിലക്ക. ഓഹോ, അത്രയ്ക്ക് ചീഞ്ഞിട്ടൊന്നുമില്ല. ഇതവന്റെ തോന്നിയാസാ ആണ്. ലേസർ വാട്ടൺ അതിപ്പോ പുറം കടലിൽ പിടിക്കണതല്ലേ. അത് കരക്കെത്തിച്ച് അവിടുന്ന് ചന്തയിലെത്തി ഇന്നത്തെ കൊണ്ടേ വെള്ളയിൽ കിട്ടാൻ. മെമ്പർ എത്തി. ഇനി ഇതങ്ങ് കൊഴുക്കും. വാ, നമുക്ക് അങ്ങോട്ട് നിൽക്കാം. എന്താണോ പ്രശ്നം? വേലായുധം മീൻ വെക്കുന്നത് തടഞ്ഞ 100-300 റുപ്യന്റെ മീനാ ചെറിയ പേരെ ആ കൊട്ടയില്. അത് വിൽക്കരുതെന്ന് പറഞ്ഞ നമ്മൾ എന്ത് ചെയ്യാനാ? ഹോട്ടലിൽ ഒരു ബോർഡ് എഴുതിച്ചത് വെക്കാൻ സമ്മതിച്ചില്ല. അതിന്റെ ന്യായം ചോദിച്ചു ചെന്നതിനാ കുഞ്ഞാമൊരു ടീ താങ്ങ്. ഓനെ അങ്ങനെ വിട്ടാ പറ്റൂല. നിങ്ങളൊരു വഴി പറയും മെമ്പറെ. അത് എന്തിനാ ഇപ്പൊ മെമ്പർ തന്റെ ചായക്കടയിൽ നിന്ന് ഒരു പടല പഴം എടുത്തപ്പോ താൻ എന്താ പറഞ്ഞ? കാശ് വെച്ചിട്ട് പോവാൻ അനുഭവിച്ചോ? അല്ലെങ്കിൽ മെമ്പർ പറഞ്ഞ ഇവിടെ ആർക്കും ഒരു വിലയില്ല. ഊരും പേരും ഇല്ലാത്ത അവൻ പറഞ്ഞ കൈയും കെട്ടിയത് കേട്ടോളൂ. നിങ്ങളൊക്കെ തന്നെ അവനെ വഷളാക്കിയത്. അവൻ പറയുമ്പോ നിങ്ങൾ എന്തിനാ അനുസരിക്കുന്നത്? ആ കമ്പെടുത്ത് കളഞ്ഞ് മീൻ വെക്കാൻ നോക്കൂ. അതിന്ന് ഒറ്റ മീനെടുത്ത് വിറ്റ് തന്നെ തലക്കടിച്ചു കൊല്ലെന്ന് പറഞ്ഞാൽ പോയത്. പുതുശ്ശേരി ചെറിയ നമ്പ്യാരല്ലോ പറഞ്ഞത് കമ്പെടുത്ത് കളഞ്ഞ് മീൻ വെക്കാൻ. എന്നാ കീരി എന്നാ എടുത്തോണ്ട് കള. എടുത്ത് കളഞ്ഞാക്കട്ടെ. എടുത്ത് കളകേരിയെ ഞങ്ങളൊക്കെ കൂടെ ചെല്ല് കീരിയെ, ഇന്ന് 2-1 അറിയണം. വേലായുധന്റെ പതാക എടുത്തു കളഞ്ഞാ എന്താ ഉണ്ടാവുമെന്ന് നോക്കാലോ. എന്തെങ്കിലുമൊക്കെ ഒരു നടക്കും. എന്താ ഈ കുണ്ടായിസ, നിന്നോട് ഈ മുണ്ടിങ്ങനെ കയറ്റി കുത്തരുന്ന് പറഞ്ഞിട്ടില്ലേ? നിനക്കിനി ടൗസർ മതി. അങ്ങനെ കീരിക്ക് കൊണ്ടുപോയി. ചെറിയമ്പേരും മുള്ളംകൊല്ലി മഹാരാജാവും കൂടി അടിച്ചാലേ ആര് ജയിക്കും? നീ പറ. എന്താ ഗോപിനാഥൻ നമ്പ്യാര് മീൻ വാങ്ങിക്കാൻ ഇറങ്ങിയതാ? ഈ മീൻ ഇവിടെ വിൽക്കണ്ടെന്ന് ഞാനാ പറഞ്ഞത്. ഇനിയിപ്പോ പുതുശ്ശേരി ചെറിയമ്പേര് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും കേട്ടോ. പക്ഷെ വേലായുധനെ തല്ലി തോപ്പിക്കണം. വേലായുധനെ ആരെങ്കിലും തല്ലി തോപ്പിച്ചാൽ മതി, പ്രശ്നം തീർന്നു. നമ്പ്യാരെ ഒന്ന് മുട്ടി നോക്കിയാലോ. നമ്മൾ രണ്ടുപേരും കൂടെ തല്ലിയാൽ ആര് ജയിക്കുന്നുള്ളത് മുള്ളംകൊല്ലിയിലെ ദേശീയ പ്രശ്നമാണ്. വാ നമ്പ്യാരെ, ഇതൊക്കെ ഒരു രസമല്ലേ? ഒന്ന് മുട്ടി നോക്കാന്നേ. നമ്പ്യാർ കളിച്ച് രസിക്കുന്ന പ്രായം വിട്ടുപോയടോ. നീ കളിക്ക്, ഞാൻ കണ്ട് രസിക്കുന്നുണ്ട്. ഓ എന്താ ഇവിടെ ഒരു കൂട്ടം? എന്താടോ? ആ വേലായുധനെ കൊണ്ടുള്ള ശല്യാണ് വല്യമ്പ്യാരെ. ഹോട്ടലിൽ ഒരു ബോർഡ് വെച്ചത് അഴിപ്പിച്ചു.
കുഞ്ഞാമൂനെ മീൻ വിൽക്കുന്നത് വിലക്കി. ഇതുണ്ടോ കീരിയുടെ മുണ്ടും പറിച്ചത്. എവിടെയാ അവൻ? ഇതാ അവിടെ. ഡാ, ഇങ്ങോട്ട് വാടാ. വാടാ ഇവിടെ. വാദത്തിന് കുറുന്തോടി തന്നെയുള്ളൂ മരുന്ന്. അതെ ചേച്ചി, ചെറിയമ്മേടെ രാജാവിനെ തല്ലിത്തോപ്പിക്കുന്ന ആരും വിചാരിക്കണ്ട കേട്ടോ. ആള് മഹാപേടിത്തൂറിയാ. നല്ല അസലൊരു തല്ലിനുള്ളത് മുഴുവൻ ഒത്തു വന്നതായിരുന്നു. ഒരാളെ ചൊറിയാന്നതിന് അങ്ങേപ്പുറം രാജാവ് ചൊറിഞ്ഞു. എവിടെ ചെറിയമ്മേര് മാറിക്കളഞ്ഞു. അയാൾക്കറിയാം തല്ലിയാ ജയിക്കൂലെന്ന്. അതന്നെ. ആ പിന്നെ വേറൊരു രസമുണ്ടായി. കീരിക്കിനും കൊണ്ടുകൊടുക്കാൻ പാടില്ല, വിലക്കി. മീൻ വാങ്ങാൻ പോയിട്ട് നീ അവിടെ തല്ലും കണ്ട് നിൽക്കായിരുന്നു ഇല്ലേ? അതിന് തല്ല് നടന്നില്ലല്ലോ കണ്ടു നിൽക്കാൻ. ആ വരവൊക്കെ കണ്ടപ്പോ ഇന്നൊരു തല്ല് കാണാന്ന് ഉറപ്പിച്ചതായിരുന്നു. ആ അപ്പുറത്തേക്ക് ചെന്നാ മതി. കല്ലിന്ന് ഇവിടെ തന്നെ കാണാം. നേരം വൈകിയ അമ്മാമ്മയ്ക്ക് കലി പിടിച്ച് നിക്കാ. പ്രകാശ, നിന്നോട് കുറെ നേരം കൊണ്ട് പറയാ പോയി കുളിക്കാൻ. ദേ പറയണ പോലെ കേട്ടില്ലെങ്കിൽ എന്റെ നല്ല തല്ല് കിട്ടോട്ടോ. ഓ ഇങ്ങ എത്തിയോ? ഇറങ്ങി പോയാ പിന്നെ ഒരു നേരം അവണ്ട് ഇങ്ങോട്ട് കാണില്ലല്ലോ. എന്താടി മീൻ കിട്ടിയില്ലേ? അതല്ലേ അമ്മേ രസം. മീൻ ചീഞ്ഞതാണ്, വിൽക്കാൻ പാടില്ലാന്ന് മുള്ളംകൊല്ലി മഹാരാജാവിന്റെ കൽപ്പന. മീൻകുട്ടിയുടെ അടുത്തൊരു വടിയും കുത്തിവെച്ച് മൂപ്പരങ്ങോട്ട് പോയി. ഇനി അതിന്ന് ഒരു എണ്ണം വിറ്റ കുഞ്ഞാമുക്കൻ അപ്പ തല കടിച്ചു കൊണ്ടു. ഇവനെ കൊണ്ടുള്ള ഒരു ശല്യം. ചീഞ്ഞ മീൻ വേണ്ട ഒരു വാങ്ങിച്ചോട്ടെ അങ്ങോട്ട് വെച്ചൂടെ? അതന്നെ എല്ലാരും പറയുന്നേ. പക്ഷെ തല്ലിത്തോപ്പിക്കാൻ ആരെങ്കിലും വേണ്ടേ? ഇനിയിപ്പോ രാത്രിത്തേക്ക് കറി വെക്കാൻ എന്താന്നാ? എടീ, നീ ആ വേലായുധനെ അവിടെ എങ്ങാനും കണ്ട? ഓ വേലായനെ കണ്ട വിശേഷം തന്നെ ഇപ്പൊ എത്ര നേരം വിളമ്പേ. ഇവിടെ മാറിക്കുന്നു. സൂര്യൻ അസ്തമിക്കാറായി തോന്നിയാ പിന്നെ തുടങ്ങായി വേലായനെ പറ്റിയുള്ള ചിന്ത. അവന്റെ കള്ളു വാങ്ങി കുടിച്ചങ്ങോട്ട് നടന്നാ മതിയല്ലോ. ഇവിടെ രാത്രിത്തേക്ക് കൂട്ടാൻ വെക്കാൻ എന്താ ഉള്ളതെന്ന് ഒന്നും അന്വേഷിക്കരുത്. ഓ പ്രസവന എടുത്ത പോലെ ഓർഡർ വേണ്ടില്ലേ? ഇനി പോയി കള്ളും കുടിച്ച് അവനെയും കൂട്ടി ഇങ്ങോട്ട് കയറി വന്ന എന്റെ ചെറിയങ്ങാട്ട് ഭഗവതിയാണ്. രണ്ടിനെ ഞാൻ ചൂലെടുത്തടിക്കും. നീ പൊടി ചൂലേ. ഇവിടെ കെട്ടുപ്രായത്തിൽ നിൽക്കുന്ന ഒരു പെണ്ണുണ്ടെന്നുള്ള ഒരു വിചാരമില്ല. മൂത്തേനെ കെട്ടിച്ചു വിട്ടതോ ഇങ്ങനെയായി. എന്നാ പിന്നെ ബോധത്തോടെ വെളിച്ചം കണ്ട് നടക്കുക അതും ഇല്ല. ഇങ്ങോട്ട് നോക്കി. ആ ചൂട്ടുണ്ടോ? വേലായുധനാ പോണേ. വിളിക്കട്ടെ ഇങ്ങോട്ട്. വേണ്ട. ആ പിന്നെ എനിക്കൊരു കാര്യം അറിയോ? വേലായുധന്റെ വലിയൊരു പിച്ചാത്തിണ്ട്. അത് പുറത്തെടുത്താ പിന്നെ ആരെയും കുത്തി കൊന്നിട്ടേ അത് തിരിച്ചു വെക്കും. ആരെയും തിരികെ വെച്ചതാ. മതി. ആഹാ, എന്നാ പിന്നെ വേലായുധനെ തന്നെ വിളിക്കാം. വേലായുധ, ഒന്നിങ്ങോട്ട് വരണേ. ഇവൻ ദേ ചോറ് എണ്ണണില്ല. എന്താ മോനെ ചോറ് തിന്നാത്ത? ആ മോന് മാമനെ പോലെ വലിയ ആളാവണ്ടേ? കള്ളന്മാരെയൊക്കെ ഇട്ടിച്ച് തെറിപ്പിക്കണ്ടേ? ചോറ് തിന്നാലേ അതിനൊക്കെയുള്ള ശക്തി ഉണ്ടാവും. ഹാജിയാര് വന്നില്ലേ? ഇല്ല, ബാപ്പു ഒരു കല്യാണപ്പുരയിൽ പോകാനുണ്ടെന്ന് പറഞ്ഞിന്. ഇപ്പൊ വരും. വീട്ടിലെ പെണ്ണുങ്ങൾ ഒറ്റയ്ക്കാന്നുള്ള ബോധം വേണ്ടേ? കല്യാണപ്പുര മോ പേടിക്കണ്ട കേട്ടോ. അച്ചാച്ചൻ വരുന്നത് വരെ മാമനെ ഇവിടെ ഇരിക്കാം. നീ അവന് ചോറ് കൊടു. അങ്ങനെ മാമൻ മോനൊരു പാട്ട് പാടി തട്ടെ. ശ്രദ്ധിച്ച് കേക്കണം. അസല് പാട്ടാ. മിന്നടി മിന്നടി മിന്നാമിനുങ്ങേ മിന്നും നക്ഷത്ര പെണ്ണേ, മുങ്ങടി മുങ്ങടി പൊന്നിൽ മുങ്ങടി കൂരിൽ കാട്ടിലെ കണ്ണേ. വന്നാ നിങ്ങൾക്കൊക്കെ വല്ല ബോധമുണ്ടാ? കല്യാണത്തിന് വാങ്ങണ്ട നേരെ രാത്രി ഒരു പെണ്ണെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇട്ടിട്ടാ സർക്കിട്ട്. അനക്കിപ്പോ എന്താ വേണ്ടിയത്? എന്റെ പറയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം. ആ അന്വേഷിച്ച് ഇപ്പൊ കൊണ്ട് വരണ്ട. കുണ്ടാഴ്ച അടി കണ്ണയാൻ പൊട്ടിക്കും. വയസ്സായ കുറച്ച് ഉത്തരവാദിത്വം വേണം. ഉള്ള കാര്യം പറയുമ്പോ മേക്കിട്ട് കയറുക. ഈ ചൂട്ടൊന്ന് കത്തിച്ച്. ഏതൊക്കെ ജാതി ആൾക്കാരാ ദിവസവും അക്കരയൊന്നും പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നെന്ന് ഇയാൾക്ക് വല്ല തിരുപാടുണ്ടാ? നേരം വെളുക്കുമ്പോ കാണുന്ന ആൾക്കാരെ അല്ല രാത്രി ആവുമ്പോ കാണുക. ആ ജാതി സ്ഥല നോക്കിയും കണ്ടും നിന്നില്ലേ ഉണ്ടല്ലോ. കണ്ണോത്ത് പറമ്പിലെ പീതാമ്മന്റെ കെട്ടിയോളൂ 2-ാം കൊല്ലം വിഷം കുടിച്ച് ചത്തതിനാ. ആ ഇയാൾ ഇനി ഇങ്ങനെ നേരം വൈകിയ എന്നോട് പറയണം കേട്ടോ പെങ്ങളെ. മാമ്പോട്ടെ പാട്ട് ബാക്കി പിന്നെ പാടിത്തരാം. നോക്കി പഠിപ്പിക്ക, കണ്ണടിയാൻ പൊട്ടിക്കും. മിന്നാമിനുങ്ങേ മിന്നാമിനുങ്ങേ അതിരക്കണ്ണുള്ള കുഞ്ഞേ. എന്റെ പായും തകാണി എടുത്ത് പുറത്തോട്ടിട്ട്.
വേലണ്ണ ഏ? അണ്ണൻ എന്തേലും കുഴപ്പമുണ്ടോ അണ്ണന് പല കുഴപ്പങ്ങളും ഉണ്ട്. അതിൽ ഏത് കുഴപ്പമാ നിനക്ക് വേണ്ടത്? അല്ല ഏതായാലും എനിക്ക് ചെല്ലും ചെലവും തന്ന് നോക്കല്ലേ. അണ്ണൻ എന്തിനാ ഈ തണുപ്പത്ത് മുറ്റത്ത് കിടക്കുന്നേ? അകത്ത് കയറി കിടന്നാലെന്താ? ഇതൊരുമാതിരി പുല്ലി കിടക്കുന്ന പട്ടിയെ പോലെ. കണ്ട കാളകളൊക്കെ കേറി വേലി പൊളിക്കാതിരിക്കാൻ വേണ്ടി തന്നെ ഇവിടെ കിടക്കുന്ന പട്ടിയെങ്കിൽ പട്ടി. ഓ ഒരു നാട് നന്നാവണമെങ്കിൽ കുന്നുമ്മേൽ ശാന്തയെ നേരെ ആക്കണമെന്നാ. പിന്നെ ഒരു നാട് വഴി നാട് നേരെയാക്കാൻ വന്നിരിക്കുന്നു. തന്നെ താനങ്ങ് നേരെ ആയാ മതി. ശാന്തയെ കൊണ്ടിപ്പോ നാട്ടിലൊരു കുഴപ്പം വരില്ല. കേറി കിടക്ക ഇടയില്ലേ അത് പറഞ്ഞാ മതി. ഇതടി കുണ്ടായിസാ. അതെ അക്കരയെന്നും പുറത്തുനിന്നുള്ള അവന്മാര് മുള്ളംകൊല്ലി കിടന്ന് നിരങ്ങാൻ വേലായുധം വിടില്ല. അതിനിത്തിരി തണുപ്പ് ഉണ്ടാലൊന്നും വേലായുധന് പഴി പിടിക്കില്ല. പട്ടി പട്ടി ഈ ജലം അടയ്ക്കുന്ന നല്ല തണുപ്പടിക്കുമ്പോഴാ സൂക്കേടൊക്കെ കൂടുന്നത്. എന്താ മാളൂട്ടിയമ്മേ? ഞങ്ങളെയാണ് കൊലയും പോകും ഒക്കെ എടുത്തോട്ടെ. ആ ഇതോ മോന്റെ കത്തൊക്കെ വരുന്നുണ്ടോ? ഉണ്ടേ ഓ കഴിഞ്ഞ മാസം വന്നു പോയതാ. ശരി. എന്താടാ ചുമല്ലേ? ആദ്യ വെളിച്ചെണ്ണ കടയിലേക്കേ ഓ വലിയ പേര് നടക്കാൻ ഇറങ്ങിയതാവും. ആ തോപ്പിലേക്കൊക്കെ വന്നിട്ട് നാള് കുറെയായി. ഈടെയായി നാളികേരം കണ്ടവാനം കളവ് പോകുന്നുണ്ട്. അത് സംശയിക്കണ്ട വേലായുധന. ഏയ് അവൻ കക്കോ? എല്ലാം ഉണ്ട്. ആ കച്ചവടം എങ്ങനെയുണ്ട്? ബോർഡ് വെച്ചേ പിന്നെ മെച്ചമുണ്ടോ? അതിന് ബോർഡ് വെച്ചിട്ട് വേണ്ടേ? വലിയ നമ്പ്യാര് ബോർഡ് വെച്ചോളാൻ പറഞ്ഞ അവൻ കേട്ടിട്ടില്ല. അവൻ കേക്ക വലിയ നമ്പ്യാര് പറയണമെന്ന് അവൻ പറയണ. കേൾക്ക പറയണമെങ്കിൽ അവനോട് എന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ പറ. എടോ തന്നെയൊക്കെ കൊള്ളാമെങ്കിൽ അവനെ പിടിച്ചു കെട്ടി എന്റെ മുമ്പിൽ കൊണ്ട് നിർത്ത്. കിട്ടും എന്റെ കയ്യില് അഹങ്കാരി. വേലായുധൻ ദാ, അവിടെ നിക്കടാ. വാടാ ഇവിടെ. ഇവിടെ വാടാ. നീ ഇപ്പൊ കക്കാനും തുടങ്ങിയെന്ന് കേട്ടു. അയ്യോ ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞ എനിക്ക് ദേഷ്യം വരുവേ വലിയ പേര്. ദേഷ്യം വന്ന നീ തല്ലുവല്ലേ? എന്നാ തല്ലടാ. നിന്നെ തല്ലി തോൽപ്പിക്കുന്നവര് പറയുന്നല്ലേ നീ കേൾക്കൂ. എന്നാ വാടാ, ഞാൻ തല്ലി തോൽപ്പിക്കാം. ഇങ്ങോട്ട് വാടാ. തല്ലി തോപ്പിക്കാനൊക്കെ ഞാൻ കുണ്ടായിസം കാണിക്കുന്നവരോട് പറയുന്ന വല്യമ്പ്യാരെ. വല്യമ്പ്യാർക്ക് പറ്റുമല്ലോ ഓടിത്തോപ്പിക്കേ. നിക്കടാ അവിടെ. കിളപ്പേട്ട ഒരുമാതിരി ആളെ വട്ടാക്കുന്ന ചിരി ഇരിച്ച എനിക്ക് ദേഷ്യം വരും. ഇതിലും എന്താ ഇപ്പൊ ഇത്ര ചിരിക്കാൻ? ഇനി ഏതായാലും അപവാദങ്ങളെ പേടിക്കാതെ ധൈര്യമായിട്ട് ജീവിക്കും. ഇവിടെ എല്ലാം തികഞ്ഞൂലോ. കള്ളുകുടിയൻ, തെമ്മാടി, പെണ്ണുപിടിയൻ, ഇപ്പൊ കള്ളനുമായി. വേലായുധ 24 മണിക്കൂറും വെള്ളമടിച്ചിട്ടുള്ള നിന്റെ നടപ്പ്, കുന്നുമ്മൽ ശാന്തയുടെ അവിടെയുള്ള കിടപ്പ്, കള്ളനാണെന്ന് പറഞ്ഞ ആരും വിശ്വസിക്കും. മനുഷ്യനായ മാനവും മര്യാദയുള്ള എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചൂടെ? ഉപദേശി ബെസ്റ്റ് പാർട്ടല്ലേ? എന്താടാ ഉപദേശിക്കൊരു കുഴപ്പം? ആയ കാലത്ത് ഞാൻ നല്ലോണം പണിയെടുത്തിട്ടാ. എന്തായ കാലത്ത് എല്ലാ വയസ്സന്മാരും പതിവായിട്ട് പറഞ്ഞത്. കർക്കിടകത്തിലെ മലവെള്ളത്തിൽ കട മറിഞ്ഞു വീണ മരം ഒലിപ്പീന്ന് പിടിച്ച് കരകയറ്റാൻ കേളപ്പേട്ടനോട് പറ്റുമോ? അല്ല പോട്ടെ, കേളപ്പേട്ടന്റെ കാര്യം നമുക്ക് വിട്ടേക്കാം. അതിന് കൂട്ടിയാ കൂടുന്ന ആണുങ്ങള് വേറെ ആരുണ്ട് ഇവിടെ? കേളപ്പേട്ടൻ പറ. വേലായുധന്റെ പാടത്തിറങ്ങി കളിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് വേലായുധമായിട്ട് സൂചിച്ചടാ. ഒരുത്തനെ പറഞ്ഞ് നന്നാക്കാന്ന് വിചാരിച്ച സമ്മതിക്കരുത്. ഓരോരോ വാലത്താന്മാര് പോയി ഒരു കുപ്പി കല്ലെടുത്തിട്ട് ആ കുപ്പി കിളപ്പേട്ട സ്വന്തം കണക്ക്. ഞാൻ പോവാ. ഏത് കണക്ക്? സ്വന്തം കണക്കിൽ കുടിക്കാനാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനു നിന്റെ കൂടെ വരണത്? എനിക്ക് ഒറ്റയ്ക്ക് വന്നിട്ട് കുടിച്ചിട്ട് പോയപ്പോരെ. ഞാൻ വരുന്നിട്ടാ കള്ളു വേണ്ടെന്ന്.